സാധനത്തിന് യുവത്വം ഉണ്ടാകുന്നതാണ്. രണ്ട് സാധനത്തിന് യുവത്വം ഉണ്ടാകും. ഒന്ന് അൽ ഹിർസു അലൽ മാൽ, ധനത്തോടുള്ള കൊതി. എത്ര ആയാലും, എങ്ങനെ മൂലക്കായാലും, എന്ത് വെന്റിലേറ്ററിൽ കിടക്കുകയാണെങ്കിലും ഒരു 10 ഉറുപ്പ്യ മൂപ്പര സ്വത്തുനിന്ന് ആർക്കെങ്കിലും കൊടുക്കുന്ന കാര്യം വരുമ്പോൾ ഒരു യുവാവിന്റെ മനസ്സായിരിക്കും ഭയങ്കര ഇൻവെസ്റ്റ്മെന്റും ഭയങ്കര ചിന്തയും. ഇപ്പൊ കൊടുത്താൽ എന്താകും, ഈ വർഷം എനിക്ക് കാര്യമായിട്ട് വരുമാനം വന്നിട്ടില്ല, കഴിഞ്ഞ വർഷം എത്ര കിട്ടി, ഈ വർഷം എത്രേ കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു ചിന്ത അവന്റെ ഉള്ളിൽ ഇങ്ങനെ കറക്റ്റ് ഉണ്ടാകുന്നതാണ്. വല ഹിർസു അലൽ ഉംർ, എത്ര പ്രായമായാലും ഇനിയും ജീവിക്കണം എന്ന കാര്യത്തിലും ഒരു ചെറുപ്പക്കാരനെ പോലത്തെ മനസ്സ് മനുഷ്യന് ഉണ്ടാകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, മൽ ഫഖ്റു അഖ്ശ അലൈക്കും, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിനെ ഞാൻ ഭയക്കണില്ല. മുസ്ലിം സമുദായം മുഴുവൻ ഇങ്ങനെ കയ്യിൽ പൈസ ഒന്നുമില്ലാതെ ഇടങ്ങാറാകുന്ന ഉമ്മത്തിനെ കുറിച്ച് ഭയം എനിക്കില്ല. വലാകിന്നി അഖ്ശ അൻ തുബ്സത അലൈക്കുമുദ്ദുന്യ കമാ ബുസിതത് അലാ മൻ ഖബ്ലക്കും, നിങ്ങളുടെ മുൻപുള്ള ചില ജനസമൂഹങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്ത പോലെ നിങ്ങൾക്ക് സമ്പത്ത് തരുന്നതിനാണ് എനിക്ക് പേടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സമ്പത്തും വിശാലതയും തരുന്നതാണ് എനിക്ക് പേടി. അപ്പൊ എന്ത് ചെയ്യും? ഫതനാഫസൂഹ കമാ തനാഫസൂഹ, അപ്പൊ നിങ്ങൾ ആ മുൻപ് കഴിഞ്ഞു പോയ പ്രവാചക ജനസഞ്ചയങ്ങൾക്ക് സമ്പത്ത് കിട്ടിയപ്പോ അവർ മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കും. വതുഹ്ലികകും കമാ അഹ്ലക്തുഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളെ നശിപ്പിക്കും എന്ന ഭയേ എനിക്കുള്ളൂ. അപ്പോ നിങ്ങളുടെ അടുത്ത് പൈസ അല്ലാതെ നിങ്ങൾ ദരിദ്രരാകുന്നതിനെ ഞാൻ പേടിക്കണില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലെ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കൊണ്ട് ആണ് എൻ്റെ ഉമ്മത്ത് രക്ഷപ്പെട്ടു പോണതെന്നാണ്. അപ്പൊ 10 ഉറുപ്പ്യ ഇല്ലാത്ത ഒരാളെ കല്യാണത്തിന് വിളിക്കാതിരിക്കണവനും അയാളെ കാണുമ്പോൾ വണ്ടി നിർത്തി കയറ്റാത്തവനൊക്കെ ഒന്ന് ആലോചിക്കണം, നല്ലതാ. എൻ്റെ ഉമ്മത്തിലെ ദരിദ്രരായ മനുഷ്യന്മാരുടെ പ്രാർത്ഥന കൊണ്ടാണ് ബാക്കിയുള്ളവൻ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. നോക്കൂ നിങ്ങൾ, റസൂൽ പറയാണ്, ഖദ് അഫ്ലഹ മൻ അസ്ലമ വ റുസിഖ കഫാഫൻ, ഒരാൾക്ക് മുസ്ലിം ആകാൻ പറ്റി, അതൊരു വലിയ ഭാഗ്യ. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ളത് മാത്രം കിട്ടി, അതൊരു ഭാഗ്യ. റുസിഖ കഫാഫ എന്ന് പറഞ്ഞാൽ എന്താ? ഖദറൽ കിഫായത്തി ബിഗൈരി സിയാദത്തിൻ വല നഖ്സിൻ, വലിയ തോനെയും പൈസ അല്ല, വളരെ കുറവുമല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അപ്പോ കയ്യിൽ അത്യാവശ്യത്തിന് ഇങ്ങനെ ഈ മാസം ഇങ്ങനെ തട്ടി മുട്ടി ഞെരിങ്ങാണ് കഴിയും, അടുത്ത മാസം ശമ്പളമാണ് വരുമ്പോൾ ആശ്വാസവും, പിന്നെ അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും ഞെരുങ്ങി ആണ് കഴിയും. അങ്ങനെ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം തന്നതുപോലത്തെ ഒരു അനുഗ്രഹമാണ് എന്നാണ്. ഇസ്ലാം തന്നതുപോലത്തെ ഒരു അനുഗ്രഹം. നമ്മൾ സാമ്പത്തിക മാനേജ്മെന്റിന്റെ പേരിൽ എന്താ ചെയ്യുക? ദീനിനുള്ളതൊക്കെ കട്ടാക്കും. ദീനിനുള്ളതൊക്കെ കട്ടാക്കിയിട്ട് സാമ്പത്തികം മാനേജ് ചെയ്യും, അല്ലേ? നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണത്. എന്നാലേ വീട്ടില് പിന്നെ ഭക്ഷണ വസ്തുക്കൾ വാങ്ങുന്നിടത്തും വസ്ത്രം വാങ്ങുന്നിടത്തും വേറുള്ളിടത്തൊന്നും ഈ നിയന്ത്രണം ഉണ്ടാവില്ല. ദീനിയായിട്ട് പള്ളിക്ക് ഒരു 10 ഉറുപ്പ്യ കൊടുക്കണം, മദ്രസക്ക് ഒരു 10 ഉറുപ്പ്യ കൊടുക്കണം, സദഖയ്ക്ക് ഒരു 10 ഉറുപ്പ്യ കൊടുക്കണം. അവിടെയൊക്കെ നമ്മളെ കട്ടർ വരും. അവിടെയൊക്കെ കട്ടറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കുപ്പായ എടുക്കുമ്പോ ഓന് മിക്കവാറും നല്ല ഉഗ്രൻ ആ ട്രെൻഡും അതിന്റെ മോഡലും അതിന്റെ ബ്രാൻഡും ഒക്കെ ശരിയായിട്ടില്ലെങ്കിൽ പലപ്പോഴും ശരിയാകൂല. അപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മളോട് പറയാം, വേറെ ആരും ഓർമ്മ വരണം. എനിക്കിത് പറയുമ്പോൾ എന്നെ കുറിച്ചാണ് ഞാൻ ആലോചിക്കേണ്ടതും എന്നെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടതും. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, 2 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ യുവാവായി തന്നെ നിൽക്കും എന്നാണ്. ഓനെത്ര പ്രായമായാലും 2 കാര്യങ്ങൾ യുവാവായിട്ട് നിൽക്കും. ഒന്നെന്താണ്? ജീവിക്കാനുള്ള കൊതി, 2 സമ്പാദിക്കാനുള്ള ആഗ്രഹം. ഇത് രണ്ടും നിൽക്കുമെന്നാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതോ, ഇസ്ലാം പോലെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹമാണ്. ഇസ്ലാം എന്നുള്ളത് കിട്ടിയത് എത്ര വലിയ അനുഗ്രഹമാണ്! ഇസ്ലാം എന്നുള്ളത് കിട്ടിയത് എത്ര വലിയ അനുഗ്രഹമാണ്! മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബൂ ത്വാലിബിന് കിട്ടാത്ത ഇസ്ലാം പ്രവാചകൻ അത്രയും സേവിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ഇത്രയും കാലങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഇനി ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കണ നേരത്ത് പറയും. അള്ളാഹുവിന്റെ അടുത്ത് എനിക്കൊന്ന് വാദിച്ചു നോക്കാനാണ്, കിട്ടുന്നൊരു ഉറപ്പില്ല. ഈ മരണത്തിന്റെ അവസാന നിമിഷം വരെ ഇത് നീട്ടിവെക്കുക വഴി നിങ്ങൾക്ക് അള്ളാഹിന്റെ അടുത്ത് രക്ഷ കിട്ടുന്ന ഒരു ഉറപ്പും എനിക്കില്ല. പക്ഷേ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഞാനൊന്ന് വാദിച്ചു നോക്കട്ടെ എന്നാണ്. അപ്പോ ആ അബൂ ത്വാലിബിന് കിട്ടാത്ത ഇസ്ലാം അത് നമുക്ക് കിട്ടിയ ഭാഗ്യാണ്. അതേപോലത്തെ ഭാഗ്യാണ് ഒരു അവസ്ഥനെ കുറിച്ച് റസൂലുള്ളാഹി പറയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അത് എന്താ? വറുസിഖ കഫാഫ, ജീവിക്കാൻ ആവശ്യമുള്ളത് കിട്ടുക, കൂടുതലും. അതിന്റെ ശറഹാണ് ഞാൻ വായിച്ചത്. ഖദറൽ കിഫായത്തി ബിഗൈരി സിയാദത്തിൻ വല നഖ്സിൻ,
കൂടുതലുമില്ല കുറവുമില്ല, ജീവിച്ചിങ്ങനെ പോകാനുള്ളത് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അനുഗ്രഹമാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ഈ പറഞ്ഞ ആമുഖത്തിൽ നമുക്ക് കിട്ടേണ്ട ചുരുക്കം എന്താ? പണത്തോട്, ധനത്തോട്, സമ്പത്തിനോടുള്ള കൊതി, അമിതമായ കൊതി അത് നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മവിശകലനം ചെയ്യുക. ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ പുതിയ ബിസിനസ് തുടങ്ങണ്ടെന്നോ, പുതിയ കച്ചവടത്തേക്ക് പോകണ്ടെന്നോ, ഉള്ള പൈസ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണമെന്നൊന്നുമല്ല. മറിച്ച് നോക്ക്, നിങ്ങൾ ഈ സൂറത്തുൽ ആദിയാത്തിന്റെ ഒരു പ്രത്യേകത എന്താ? സൂറത്തുൽ ആദിയാത്തിൽ ഈ ആയത്തുകളൊക്കെ ആരെ കുറിച്ചാ? ഒരു കുതിരയെ കുറിച്ചാണ്. എന്താ കുതിരന്റെ പ്രത്യേകത? അത് അതിവേഗം കുതിച്ചു പായാണ്. അതിന്റെ യജമാനൻ അതിനോട് പറഞ്ഞു, നമുക്കൊരു വഴി വരെ പോണം. അപ്പൊ അത് കുതിച്ചു പായാണ്. അതിന്റെ പ്രത്യേകത എന്താ? കൊടും തണുപ്പുള്ള പ്രഭാതത്തിലാണ് അത് പോണത്, അല്ലേ? നമ്മളൊരാൾ വിളിക്കുക, അത്ര നേരത്തെ പോണോന്ന് ചോദിക്കും. അത്ര നേരത്തെ പോണോന്ന് ചോദിക്കും. അതങ്ങനെയല്ല, അത് നേരത്തെ പോകണ്. പോയിട്ട് അതിന്റെ വേഗത കാണിക്കാൻ വേണ്ടി എന്താ ഖുർആൻ നടത്തിയത്? കല്ലുകളിൽ കാല് തട്ടിയിട്ട് അതിന്റെ കാലുകളിൽ നിന്ന് തീ നാളങ്ങൾ ഇങ്ങനെ, അഗ്നിസ്ഫുലിംഗങ്ങൾ ഇങ്ങനെ പിന്നെ മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടോ അവസാനം അത് പട്ടിണി കിടന്ന് പാഞ്ഞോടിയെത്തി. എങ്ങടാ പോണേ? കല്യാണ സദസ്സല്ല, ഫവസത്ന ബിഹി ജംഅ. അത് യുദ്ധഭൂമിയിലെ പോരാളികളുടെ സംഘത്തിലേക്ക്, യജമാനനെയും വഹിച്ച് പോരാട്ടത്തിലേക്ക് പോവുകയാണ്. ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അവിടുന്ന് ബാക്കി എടുക്കണ്ടേ. ഈ കാടിവെള്ളം കൊടുത്ത്, ഏറ്റവും ചെറിയ സൗകര്യം കൊടുത്ത് അതിനെ സംരക്ഷിക്കുന്ന യജമാനനോട് അത് കാണിക്കുന്ന നന്ദിയടോ, അത് നീ നിന്റെ റബ്ബിനോട് കാണിക്കണില്ല. നീ നിന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. കാരണം എന്താ? വൈനഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അവൻ അവന്റെ ധനത്തോടുള്ള ആർത്തിയിലാണ് റബ്ബിനോട് നന്ദി കാണിക്കുന്നത്. അതാണ്. അപ്പൊ നമ്മൾ ജോലി, സമ്പാദനം, ഇതിന്റെ പേരിൽ പലപ്പോഴും നമ്മളെ ദീന് സൈഡ് ബെഞ്ചിലേക്ക് പോകും. ളുഹ്റസ്കാരം അസർക്കെത്തും, അസർ നിസ്കാരം മഗ്രിബിക്കെത്തും. നിങ്ങൾ ഏത് ജോലി ചെയ്യണേ, ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിലും നിങ്ങൾ അസർക്ക് നിസ്കരിക്കണേ, ളുഹ്ർ അസറിലേക്ക് എത്തുമ്പോൾ നിസ്കരിക്കണേ. ആ നിസ്കാരം അതിന്റെ ആദ്യ വക്തിലൂടെ നിസ്കരിച്ചാൽ മതി. ഒരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല. നമുക്ക് തോന്നും നടക്കൂല, നമുക്ക് തോന്നും കഴിയൂല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു തീവ്രമായ ആഗ്രഹം വേണം. പഠിച്ചോനെ, എനിക്ക് വക്തിന് നിസ്കരിക്കാൻ പറ്റണം, വക്തിന് ശരിയായ രീതിയിൽ എനിക്ക് നിസ്കരിക്കാൻ പറ്റണം, അല്ലെ? വക്തിന് ശരിയായ രീതിയിൽ എനിക്ക് നിസ്കരിക്കാൻ പറ്റണം. ഇതൊരു കൊതിയാകണം. നമുക്ക് വലിയൊരു അസുഖം വന്നിട്ട് ആ അസുഖം മാറണം എന്ന് കൊതിക്കണത് പോലെ, അങ്ങനെ കൊതിച്ചാൽ പടച്ചോൻ എന്ത് ചെയ്യുന്നു? അതിന് തൗഫീഖ് തരും, അതിനുള്ള അവസ്ഥ ഉണ്ടാക്കി തരും. എനിക്കറിയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് കമ്പനി നല്ലൊരു ജോലി ഓഫർ ചെയ്തു. IT ഫീൽഡിലുള്ള ആളാണ്, വളരെ നല്ല സാലറി ഉള്ള, ഒരു 10 വർഷം മുമ്പ് ഒരു 2 ലക്ഷത്തിന്റെ മേലൊക്കെ സാലറി ഉള്ള ആളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെ 3-4 ഇരട്ടി കിട്ടുന്ന ഒരു ജോബ്, അയാള് ആ ജോബ് വേണ്ടാന്ന് കമ്പനിക്ക് മെയിൽ ചെയ്തത് ഒറ്റ കാരണം കൊണ്ടാണ്. അയാൾക്ക് ജമാഅത്തായി ആ രാജ്യത്ത് ജീവിക്കണ അത്രയും കാലം നിസ്കരിക്കാൻ അയാൾക്ക് സൗകര്യപ്പെടുകയില്ല. ജമാഅത്തായി നിസ്കരിക്കാൻ അയാൾക്ക് സൗകര്യപ്പെടുകയില്ല കേട്ടോ. അത് മാത്രമാണ് അയാൾ കമ്പനിക്ക് അത് മെൻഷൻ ചെയ്തു. എനിക്ക് എൻ്റെ വിശ്വാസപരമായി എനിക്ക് ഇങ്ങനെ ഒരു നിലപാടുണ്ട്, അതുകൊണ്ട് കഴിയുകയില്ല. അപ്പോൾ ഓരെന്ത് ചെയ്തെന്നറിയോ? ഒരു UAE അവരുടെ ഓഫീസിലേക്ക് അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്ത് ഇതേ സാലറിയിൽ യൂറോപ്യൻ രാജ്യത്തൊരു സ്ഥലത്ത് പിന്നെ നിൽക്കണേ. അപ്പൊ ഞാൻ അതാ പറഞ്ഞ, ഉള്ളിലെ ആഗ്രഹത്തിനനുസരിച്ച് പഠിച്ചു. എനിക്ക് വ്യക്തിപരമായി ഒരുപാട് സുഹൃത്തുക്കൾ അറിയാം, നല്ല പൊസിഷനിലുള്ള, ജീവിതത്തിൽ നല്ല തിരക്കുള്ള, 100-300 പേഷ്യൻസിന് നോക്കണേ, അല്ലെങ്കിൽ ഭയങ്കര ബിസിനസ് ലക്ഷ്യങ്ങളുള്ള. പക്ഷെ നേരാകുമ്പോൾ അവർ ഈ ഖുത്ബ പറയണ ഞാനൊക്കെ എത്തുന്നതിൻ്റെ ഒരു 3 മിനിറ്റ് മുമ്പ് പള്ളിയിലെത്തിയിട്ടുണ്ടാവും. ഇതിനാളുകളെ പ്രേരിപ്പിക്കണ നമ്മളെത്തുന്നതിന് മുമ്പ് അത്ര സജീവമായി ഇടപെടുന്നവരുണ്ടാകും. അപ്പൊ ഇവിടെ ഏത് തരം സമ്പാദനത്തെയാണ് ഇസ്ലാം നിരാകരിക്കുന്നത്?